ഇപ്പൊ 63 സീറ്റ് തോറ്റത് കൊണ്ടല്ലേ ഇപ്പൊ കുറച്ചെങ്കിലും ഒന്ന് ശൗര്യം അടങ്ങിയത്. എന്താ ഇപ്പൊ മഹാരാഷ്ട്രയിൽ സംഭവിച്ചത്? വായിച്ചോ? ഒന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ ഗഹനമായ പഠനം നടത്തൂ. മഹാരാഷ്ട്ര ഇലക്ഷനെ കുറിച്ച് ഇന്നലെയും മിഞ്ഞാന്നും കൂടി ഞാനും കൂടി സംസാരിക്കുന്നത്. മഹാരാഷ്ട്ര ഇലക്ഷന്റെ ഈ ഭീകരത. വൈകുന്നേരം 5 മണി 6 മണിക്കൊക്കെ പോളിംഗ് നിർത്തുമ്പോ ആകെ 60%, 65% ആയിരുന്നുവെങ്കിൽ ആ ക്യൂവിൽ നിന്ന ആൾക്കാരൊക്കെ വോട്ട് ചെയ്യണല്ലോ. പക്ഷെ പോളിംഗ് അവസാനിച്ചത് രാത്രി 11 മണിക്ക്. കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളും. ഈ 5 മണി മുതൽ 6 മണി മുതൽ 11 മണി വരെയുള്ള സമയത്ത് 8% പോളിംഗ് നടന്നിട്ടുള്ളത്. വോട്ട് ലോക ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. പോളിംഗ് ക്ലോസ് ചെയ്ത സമയത്ത് ആ ക്യൂവിൽ നിൽക്കുന്നവരും കൂടി വോട്ട് ചെയ്താൽ പരമാവധി 1% വർധനം ഉണ്ടാവുക. അത് 8%. ഇവിടെയൊക്കെ നടരാശം പ്രഭാഷണത്തിന് വന്ന പരകാല പ്രഭാകർ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് പല വീഡിയോസും ഇറക്കിയിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷനെതിരെ രഘുറാം രാജനും ഇറക്കിയിട്ടുണ്ട്. 65 ലക്ഷത്തോളം വോട്ട് പോൾ ചെയ്തിട്ട് ഈ ഒരൊറ്റ 5 മണി മുതൽ 11 മണിക്കുള്ളിൽ 62 ലക്ഷം വോട്ടാ വരുന്നത്. എവിടുന്ന് വരുന്നു? ഇതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ്. ഒരാള് ചോദിക്കാനില്ല. ആലോചിച്ചു നോക്കണ്ടേ? എവിടേക്കാ ജനാധിപത്യം പോകുന്നു? ഇതാണ് ഫാസിസം. മിണ്ടുന്നില്ല ആരും. മിണ്ടാത്തതിന്റെ കാരണമുണ്ട്. അപ്പൊ നമ്മള് ഓരോരുത്തരുടെ രാഷ്ട്രീയത്തിലേക്കൊന്നും പോണ്ട. ഇന്ത്യൻ രാഷ്ട്രീയത്തില് ഈ മനുഷ്യന്റെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കിയിട്ട് കാര്യങ്ങൾ പകർത്തിയെടുക്കുക എന്നുള്ള രാഷ്ട്രീയം തുടങ്ങി വെച്ചത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം മുതൽക്കാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും വീട്ടിലിരുന്ന് എന്താ ചെയ്യുന്നതെന്ന് ഇന്റലിജൻസ് ബ്യൂറോവിന് അറിയാം. നെഹ്റുവിന്റെ കാലത്ത് സ്വകാര്യതയിലേക്ക് ആരും ഇറങ്ങി ചെല്ലില്ല. ശാസ്ത്രിയുടെ കാലഘട്ടത്തിലൊന്നും. ആ രാഷ്ട്രീയം ഒരു വൃത്തിഹീനമായ രാഷ്ട്രീയ. ഇന്ന് ഫാസിസ്റ്റ് ഭരിക്കുന്ന ഇന്ത്യയിൽ അതിന് മുന്നേ ഉള്ള UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ആഗോളവൽക്കരണവും സ്വകാര്യവൽക്കരണവും ഒക്കെ ആരംഭിച്ചതോടുകൂടി മനുഷ്യന്റെ സ്വകാര്യതയെപ്പോലും അവർ എത്തി നോക്കും. നിങ്ങളെന്താണ്. അതുകൊണ്ട് മഹാരാഷ്ട്രയിലെ തന്നെ പല നേതാക്കന്മാർക്കും മിണ്ടാൻ പറ്റില്ല. ഇതൊക്കെ ഇവര് എഴുതുന്ന ലേഖനങ്ങളിലുള്ള കാര്യം. ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം പറയുന്നതല്ല. അത്രമാത്രം മൂലധനങ്ങൾ ഇവർ സമാഹരിച്ചു രാഷ്ട്രീയ ജീവിതത്തിലൂടെ. അവിടെയാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ പ്രത്യേകത. ഇലക്ടോറൽ ബോണ്ട് വാങ്ങാത്ത 2 പാർട്ടി CPIM CPIM. അപ്പൊ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നതിന് ഇന്നും പ്രസക്തിയുണ്ട്. ആ രാഷ്ട്രീയം നമ്മളെ വിട്ടു പോയിട്ടൊന്നുമില്ല. അതിലേക്ക് തിരിച്ചു വന്നല്ലാതെ ഈ പുരാണങ്ങളും മതവും വിശ്വാസവും ഒക്കെ ജനങ്ങളോട് യഥാർത്ഥ രീതിയിൽ പറഞ്ഞു കൊടുത്തല്ലാതെ ഫാസിസത്തിന്റെ മുന്നിൽ അസന്നിഗ്ധ പോരാട്ടം നടത്താൻ സാധിക്കില്ല. ലെനിൻ പറഞ്ഞത് ശരിയാണ്, ചെഗുവേര പറഞ്ഞത് ശരിയാണ്, എംഗൽസ് പറഞ്ഞത് ശരിയാണ്. ഇതൊക്കെ ശരി, ആരും നിഷേധിക്കുന്നൊന്നുമില്ല. പക്ഷെ നമ്മളിപ്പോ മാറഞ്ചേരിയിൽ കൂടെ സിന്ധു, ഞാനും കുഞ്ഞുമൊക്കെ ലെനിൻ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ആൾക്കാർക്ക് എന്താ? പണ്ടെനിക്ക് ഓർമ്മയുണ്ട് 1980-കളിലൊക്കെ 90-കളിലൊക്കെ ഞാനൊരു പ്രസംഗം നടത്തുമ്പോൾ 3 മണിക്കൂറാവും പ്രസംഗിക്കുക. അതിൽ 1 മണിക്കൂർ സോവിയറ്റ് യൂണിയനിലേക്ക് നോക്കുന്ന ഞാൻ പ്രസംഗിക്കുക. ഇപ്പോഴും ഓർമ്മയുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് പ്രഭാഷണമൊക്കെ മാറണം, വേണ്ടെന്നല്ല. നമ്മൾ ഈ കാലഘട്ടത്തിന് അനുസൃതമായ കാലിക പ്രസക്തമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ആ മൂലധന ശക്തികൾക്കെതിരെ, മതമൗലികവാദികൾക്കെതിരെ എങ്ങനെ പ്രവർത്തിക്കണമെന്നൊരു നവീകരണ പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരണം. അതാണ് യുവത്വത്തിന്റെ പങ്ക്, ഈ യുവജന സംഘടനകളുടെ പങ്ക്. DYFI ആയാലും SFI ആയാലും AVF ആയാലും ആരായാലും. ആ യുവത്വം എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന്റെ ജ്വാലയാണ്. അവർക്ക് ഭാവന വേണം, അവർക്ക് ചിന്താശക്തി വേണം. ആ ഭാവനയാണ് രാഷ്ട്രത്തിനെ ആളിക്കത്തിക്കുക. പുതിയ പുതിയ സമരരീതികൾ വേണം. അങ്ങനെയാണ് ഫാസിസത്തിനെ പരാജയപ്പെടുത്തുക. RSSന്റെ ബഹുഭൂരിഭാഗം ആൾക്കാരും ചെറുപ്പക്കാരാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ബഹുഭൂരിഭാഗം ആൾക്കാരും ചെറുപ്പക്കാരാണ്. നമ്മളൊന്ന് ആത്മപരിശോധന നടത്തണം ഈ സമയത്ത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ഒപ്പം നിന്ന ചെറുപ്പക്കാർ എവിടെ പോയി? ആലോചിക്കണം. പോയിട്ട് എവിടെയൊന്നുമില്ല, പക്ഷെ അവർ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല. ഇതൊക്കെ വലിയൊരു ബോധവൽക്കരണ പ്രക്രിയയുടെ ഇല്ലായ്മയുടെ ഫലമായിട്ടാണ്. ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും അതിനുള്ള കഴിവുണ്ട്, ഓരോരുത്തർക്കും സർഗാത്മകതയുണ്ട്, സർഗ ചൈതന്യമുണ്ട്.
നമ്മളൊക്കെ ശരിക്കും ആശങ്കപ്പെടണം, എന്താകും ഈ രാജ്യം. നമ്മളൊക്കെ ഇനി 10-25 കൊല്ലം ജീവിക്കാൻ ഇട വന്നു എന്ന് കരുതുക, പലതും കാണേണ്ടി വരും ഈ നാട്ടിൽ. ഭീകരമായ സംഭവ വികാസങ്ങൾ കാണേണ്ടി വരും ഇവരുടെ ഭരണം തുടർന്നു കഴിഞ്ഞാൽ. അപ്പൊ അതിനെതിരെ ജനങ്ങളെ അണിനിരത്താൻ നമ്മുടെ മുന്നിലുള്ള 3-4 ഉപാധികളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പ്രകൃതിയും മണ്ണും വനവും വെള്ളവും ഒക്കെ ചൂഷണം ചെയ്ത് മനുഷ്യന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പ്രകൃതി വിഭവങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ജീവിതത്തിനെ ദുസ്സഹമാക്കുന്ന ഈ മൂലധന സമഗ്രാധിപത്യത്തിനെതിരെ പോരാടണം. ഇപ്പൊ പുതിയ പേരിട്ടുണ്ട് മൂലധന ശക്തികൾ, ലോകരാഷ്ട്രീയത്തിന്. പണ്ട് ഇറ്റാലിയൻ തത്വചിന്തകനായിരുന്ന ഒരു കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച മിഷേൽ ഫൂക്കോ എന്ന് പറയുന്ന ആള് തുടങ്ങി വെച്ചതാണ്. ഇപ്പൊ ഒരു ആഫ്രിക്കൻ ചിന്തകൻ, താൻസാനിയക്കാരനോ ഏതൊരു ചിന്തക രാജ്യത്തില, അഷാൽ ഗിംബോ എന്ന് പറയുന്ന ഒരാള് ഒരു പുതിയ പേരിട്ട് കൊടുന്നു. അത് ആ പേരിപ്പോ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, നെക്രോ പൊളിറ്റിക്സ്. നെക്രോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മൃത്യു രാഷ്ട്രീയം. മരണം കണ്ട് ചിരിക്കുന്ന ഭരണാധികാരികൾ, മരണം കണ്ട് ചിരിക്കുന്നവരായി പറഞ്ഞ രാജ്യങ്ങളിലെ മുഴുവൻ പ്രധാനമന്ത്രി പ്രസിഡന്റുമാരും. കർഷക സമരത്തിൽ 700 പേര് മരിച്ചു, ഇയാളിരുന്ന് ചിരിച്ചു, അവിടേക്ക് പോയി നോക്കിയില്ല. എന്നിട്ടും ഇന്ത്യൻ ജനത അയാളെങ്ങനെ വലിയ സ്തുതിക്കുക. മനുഷ്യന്റെ ചിന്താഗതി മാറുന്നു നോക്കൂ. മനുഷ്യനോട് പ്രതിപത്തിയില്ല. അവനവന്റെ സുഖ സൗകര്യങ്ങൾ, അവനവന്റെ ജീവിതം. അങ്ങനെ അവനവനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ, എല്ലാവരെയും കുറിച്ച് ചിന്തിക്കണമെന്ന് പറയുന്ന പ്രത്യയശാസ്ത്രമാണ് മാർക്സിസം. ആ മാർക്സിസത്തിന് നമ്മൾക്ക് നമ്മുടെ മുന്നോട്ടുള്ള ചാലകശക്തിയാണ്. മാർക്സിസം എത്രയോ തെളിയിച്ചിട്ടുണ്ട്. അത് നമ്മൾ സംശുദ്ധമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ, ഇപ്പൊ കേരളത്തിന്റെ പൊതുബോധം ഇടതുപക്ഷത്തിന് അനുകൂല. ഒരു ഇലക്ഷന് തോറ്റു എന്നുള്ളതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഇലക്ഷന് തോൽക്കലും ജയിക്കലൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാവും. പക്ഷെ കേരളത്തിൽ 1800കളുടെ മധ്യകാലഘട്ടം മുതൽക്ക് ഇന്നേ വരെ പരിശോധിച്ചാൽ കേരളത്തിന്റെ പൊതുബോധം ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന് അനുകൂല. ഞാൻ പറഞ്ഞ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രം എന്നല്ല, ഇടതുപക്ഷം തന്നെ വിശാലമായ മാനവികത, സാഹോദര്യം, സമത്വം, സഹിഷ്ണുത, അതൊക്കെയാണ് ഇടതുപക്ഷം. അതിനെ ഉയർത്തിപ്പിടിച്ചവരാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ. അപ്പൊ ആ ഇടതുപക്ഷ പൊതുബോധമുള്ള കേരളത്തിൽ ഇനിയും ഈ ദർശനത്തിന് പ്രസക്തിയുണ്ട്. അസന്നിഗ്ധമായ പോരാട്ടങ്ങളിലൂടെ ഇതിന് മുന്നോട്ട് പോകാൻ പറ്റും. ജനങ്ങളുമായ സമ്പർക്കം, വിനയപൂർവമായുള്ള പെരുമാറ്റം, ജനങ്ങളോട് ഏറ്റവും അടുത്തിടപാടുകൾ. നമ്മളാൽ കുഞ്ഞുവിന് 10 ആളോട് പെരുമാറാൻ പറ്റും, സിന്ധു 5 ആളെ കാണും, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന വാസു വേറെ ആളെ കാണും, ഞാൻ 2 ആളെ കാണും. ഇന്നലെ ഓരോരുത്തർക്കും കഴിയാവുന്ന രീതിയിൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുക. എല്ലാവർക്കും ദിവസം 100 ആളെ കാണാനൊന്നും പറ്റില്ല. അപ്പൊ ജനകീയത എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. ആ ജനകീയത കൊണ്ട് മാത്രമേ മുന്നേറാൻ പറ്റുള്ളൂ. അല്ലാതെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുക, സ്വജനപക്ഷപാതത്തിലൂടെ ഓരോ പദവിയിലെത്തുക, ഇതൊക്കെ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന് ഭംഗം വരുത്തും. ഒരുപാട് മനുഷ്യന്മാർ ഒന്നും നേടാനാവാതെ ജീവിതകാലം മുഴുവൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം ഹോമിച്ച് മരിച്ചവരാണ് നമ്മുടെ പൂർവികന്മാർ. ഞാൻ ആൾക്കാരുടെ പേരൊന്നും പറയുന്നില്ല, പൊന്നാനി താലൂക്കിൽ 2 ഇഷ്ടന്മാരുണ്ട്. അവരെയൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് നമ്മളെല്ലാവരും. അങ്ങനെ വലിയ വലിയ യുഗപുരുഷന്മാർ, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ, ചരിത്രം നമ്മൾ വിസ്മരിക്കണ്ട. ഗാന്ധിയെ ഓർമ്മിക്കണം, നെഹ്റുവിനെ ഓർമ്മിക്കണം, കൃഷ്ണപിള്ളയും ദാമോദരനെയും EMSനെയും AKGയെയും എല്ലാവരെയും ഓർമ്മിക്കണം. അവരുടെ ചരിത്രം പഠിക്കണം. ആ ചരിത്രത്തിലൂടെ എങ്ങനെ കേരളമുണ്ടായി, ഇന്ത്യ ഉണ്ടായി എന്ന് പഠിക്കണം. ചരിത്രം വിസ്മരിച്ചാൽ ജനാധിപത്യം തകരും. ചരിത്രം ഓർമ്മിച്ചാൽ ജനാധിപത്യം വളരും. ചരിത്രത്തിന്റെ വിസ്മൃതിയാണ് ഫാസിസ്റ്റുകൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ചരിത്രത്തിന്റെ ഓർമ്മയില്ലാതെയായാൽ ഞങ്ങൾ വളരുമെന്ന് അവർക്കറിയാം, ഫാസിസ്റ്റുകൾക്ക്. അതുകൊണ്ട് ഈ ചരിത്ര ധ്വംസനം നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വലിയൊരു ഭീമാകാരമായിട്ടുള്ള വിഷലിപ്തമായ സിദ്ധാന്തത്തിനെ നമ്മൾ എതിർത്തേ പറ്റൂ. ഇന്ത്യയുടെ ബഹുസ്വരതയുടെ ശത്രുക്കളാണ് RSS ആയാലും ശരി, ജമാഅത്തെ ഇസ്ലാമി ആയാലും ശരി, SDP ആയാലും ശരി, ആരായാലും ശരി, ഒരുപോലെ എതിർക്കപ്പെടണം. RSSനെ കുറച്ച് പറഞ്ഞു വെച്ചിട്ട് പിന്നെ മറ്റവർക്ക് പറഞ്ഞില്ല എന്ന് വെച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടിനെയും ഒരുപോലെ പറയണം, യാതൊരു സംശയവും വേണ്ട. അതിൽ രണ്ടും അപകടകാരികളാണ്.
അത് ഈ അവര് വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ അറിയാം എന്താണ് ഇസ്ലാം, എന്താണ് ഹൈന്ദവ ദർശനം എന്നൊക്കെ ഉപനിഷത്ത് വായിച്ചാൽ അറിയാം. ബൈബിൾ എന്താ വായിച്ചാൽ ക്രിസ്ത്യാനി എന്താണെന്ന് അറിയാം. അല്ലാണ്ട് ഇവര് പറയുന്ന മെത്രാന്മാര് പറയുന്ന ബിഷപ്പുമാര് പറയുന്ന ഒന്നല്ല ക്രൈസ്തവ സമൂഹം. ഇതൊക്കെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ മണിപ്പൂര് പോലെയുള്ള സംഭവ വികാസം, ഇപ്പം തന്നെ സംബാലില് കഴിഞ്ഞ ആഴ്ച കണ്ടില്ലേ? ഇപ്പം അവിടെ പ്രതിപക്ഷ നേതാവ് പോയപ്പോൾ അദ്ദേഹത്തിനെ കണ്ട് കടത്തിയില്ല. സംബാലിൽ എത്ര പേര് മരിച്ചു ഇപ്പൊ കഴിഞ്ഞ ആഴ്ച? പള്ളികൾ പൊളിക്കുന്നു. ഇത് തന്നെയാണ് ബംഗ്ലാദേശിലും ചെയ്യുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നു, ഹിന്ദു ആരാധനാ കേന്ദ്രങ്ങൾ പോയി. രണ്ടും ഒരേമാതിരിയാണ്. അപ്പൊ ഇതിന് ലോക രാഷ്ട്രീയത്തിൽ തന്നെ തീവ്രമായ ഫാസിസ്റ്റ് ആശയങ്ങൾ വളർന്നു വരിക. നമ്മുടെ ഇന്ത്യയിൽ അതിന് പറ്റിയ വളക്കൂറുള്ള മണ്ണല്ല. എന്നിട്ട് പോലും ഇവർ 10 കൊല്ലമായി അധികാരത്തിലിരിക്കുന്നു. അതിൻ്റെ കാരണം ഗഹനമായ രാഷ്ട്രീയം പറയാതെ ഉപരിപ്ലവമായ മതാശയങ്ങളും ഈ വിശ്വാസങ്ങളെയും പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുമെന്നവർ മുൻകൂട്ടി അറിയുകയും അത് പ്രചരിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ സാമുദായിക ചിന്ത, മതചിന്ത വളർന്ന. രാമനാണ് വലുത്, 3 നേരത്തെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവർ ഇന്ത്യക്കാർ. ഏത് രാമൻ എന്നാ പ്രശ്നം. ചോദ്യം ഇവിടെ നിങ്ങൾ ഗാന്ധിജിയുടെ ഒപ്പമാണോ, ഗാന്ധിജിയെ വധിച്ചവരുടെ ഒപ്പമാണോ? അതാണ് ചോദ്യം. ആ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചോദ്യം ഇന്ന് ചോദ്യം ചോദിക്കണമോ വേണ്ടയോ എന്ന്. ആര് ചോദിക്കും ചോദ്യം? ഈ ഇരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കും. ആ ചോദ്യത്തിലൂടെ ജനകോടികളുടെ കണ്ഠങ്ങളിൽ നിന്ന് ആ ചോദ്യം ആവർത്തിക്കപ്പെടണം. അതാണ് ഇടതുപക്ഷക്കാരിൽ നിന്ന് രാജ്യം പ്രതീക്ഷിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള പ്രതികരണശേഷിയെ ജനങ്ങളിലേക്ക് വ്യാപരിപ്പിച്ച് ഊർജ്ജസ്വലമായ ചൈതന്യത്തിൻ്റെ പ്രതീകമായിട്ട്, മാറ്റത്തിൻ്റെ ചാലകശക്തിയായിട്ട് മാറാൻ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ സഖാക്കൾക്ക് കഴിയും. അതിലൂടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിൻ്റെ മാനവിക ദർശനവും കൂടി അതിലൂടെ സമന്വയിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ കീഴാള ജനസഞ്ചയത്തിൻ്റെ ഏറ്റവും വലിയ മുന്നേറ്റം ഈ രാഷ്ട്രത്തിലുണ്ടാകുമ്പോൾ അത് രാഷ്ട്രത്തിൻ്റെ ഫാസിസത്തിൻ്റെ പരാജയത്തിലെത്തും. അതിലൂടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കൂടുതൽ പ്രസക്തി ഉണ്ടാകും. അതിനെപ്പോഴും പ്രസക്തിയുണ്ട്. ആ പ്രസക്തി ഇനിയും വർദ്ധിപ്പിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. ലാൽ സലാം.